ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ബുദ്ധിയിൽ ആശ്രയിച്ച്, ചിന്തയിൽ ആശ്രയിച്ച്, സാഹചര്യത്തെ കണ്ടുകൊണ്ട് മിസ്രയീമിലേക്ക് പോകാൻ നിൽക്കുന്ന ഇസഹാക്കിനോട് ദൈവം പ്രത്യക്ഷനായി പറയുന്നു, നീ മിസ്രയീമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇവിടെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് തെറ്റായ തീരുമാനമെടുക്കുകയാണ് ഇസഹാക്ക്. മറ്റെങ്ങുമല്ല, മിസ്രയീമിലേക്ക് പോകുവാൻ, ദൈവത്തെ ആശ്രയിക്കാത്ത ജാതികളുടെ ഇടയിലേക്ക് പോകുവാൻ. ദൈവത്തിൻ്റെ നിയോഗത്തിലും ദൈവാനുഗ്രഹത്തിലും നിൽക്കുന്ന ഇസഹാക്ക് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ വേറെ ആരെക്കൊണ്ടും അവനോട് സംസാരിക്കാൻ നിൽക്കാതെ യഹോവ തന്നെ അവന് പ്രത്യക്ഷപ്പെട്ടു പറയുന്നു, ശക്തമായ താക്കീത് കൊടുക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ മിസ്രയീമിലേക്ക് പോകരുത്. ജാതികളുടെ വഴി നീ തിരഞ്ഞെടുക്കരുത്. അവരെ നീ ആശ്രയിക്കരുത്. കാരണം നീ വാഗ്ദത്ത സന്തതിയാണ്. നിന്റെ അപ്പനായ അബ്രഹാമിൻ്റെ മേൽ ഞാനിട്ടിരിക്കുന്ന വാഗ്ദത്തം ചെറുതല്ല. ഇസഹാക്കേ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നീ എന്നെ മറന്ന് ജാതികളുടെ ദൈവത്തെ ആശ്രയിച്ചാൽ, നിന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചാൽ, നീ മിസ്രയീമിനെ തിരഞ്ഞെടുത്താൽ നിന്റെ ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. എന്നാൽ നിന്റെ പിതാവ് എന്നെ ആശ്രയിച്ചതുപോലെ, അവൻ എനിക്ക് വേണ്ടി നിന്നതുപോലെ നീ എൻ്റെ വചനത്തിനും എൻ്റെ വാഗ്ദത്വത്തിനും നിലകൊണ്ടാൽ ഞാൻ നിന്നെ ദേശത്തിനുമേൽ അനുഗ്രഹിക്കും. മാത്രമല്ല, നിന്റെ അപ്പനോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും, അവന് കൊടുക്കാമെന്നേറ്റ പല ഉറപ്പുകളും ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന നിന്നോടും ദൈവത്തിന് പറയാനുള്ള നിശ്ചയം ഇതാണ്. ചില നാളുകൾക്ക് മുൻപ് നീ ചോദിച്ച ചില അനുഗ്രഹങ്ങളെ, അപേക്ഷകളെ ദൈവം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ പോവുകയാണ്. യേശയ്യാവ് 58:11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.